ആർച്ചെടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഹായ് ആർച്ച ചേച്ചി. ഹായ്. ആക്ച്വലി സാർ എന്നെ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാല് സാർ എന്നെ ആദ്യം കാണുന്നത് തന്നെ ഞാൻ കുതിരപ്പുറത്തിരിക്കുമ്പോഴാണ്. കുതിരപ്പുറത്തോ? അപ്പൊ കുതിര ഓടിക്കാൻ അറിയാം? അങ്ങനത്തെ കുതിരയല്ല, നമ്മൾ പെയിന്റ് അടിക്കാനൊക്കെ പോകുമ്പോൾ ഒരു കുതിരയല്ലേ, മറ്റേ പലയൊക്കെ അടിച്ചിട്ടൊരു കുതിര. അതിന്റെ പുറത്ത് 2 കയ്യും വിട്ടിട്ട് ഞാനിരുന്ന് പെയിന്റ് അടിച്ചോണ്ടിരുന്നപ്പോഴാ സാർ എന്നെ കണ്ടത്. അപ്പൊ തന്നെ സാറ് പറഞ്ഞു, ആർച്ച ഇതാണ് എന്റെ മനസ്സിലെ ആർച്ച എന്ന് പറഞ്ഞല്ലേ സാറ്. അപ്പൊ തന്നെ ഞാൻ അവിടെ പൊക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചന്തുവിന്റെ ആർച്ചയുടെ ഒരു സീൻ, ഞാൻ ഒരു സീക്വൻസ് ഇവര് പ്രസന്റ് ചെയ്യും. അത് കണ്ടിട്ട് നിങ്ങള് എന്റെ പടത്തിൽ അഭിനയിക്കണോ വേണ്ടെന്ന് തീരുമാനിച്ചാൽ മതി. അതെ, സീൻ എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്ക്? സീൻ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ചന്തുവിനെ ഇന്ത്യ ആർച്ച ഊട്ടിയോ ഭർത്താവില്ലാത്ത നേരത്ത് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ആരും അറിയാതെ വരാൻ പറയുകയാണ്. ഈ സമയത്ത് കുമരൻ പുഴ നീന്തിക്കിടന്ന് ചന്തു അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. കുമരൻ പുഴ നീന്തി കിടക്കൂ, ഞാൻ ഊള ഇട്ടേ. ആ ഊളാക്കോ, എന്തു വേണേലും ഇടൂ. ഊളാക്ക്. മതി 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 മതി, കേറിക്കോ കേറിക്കോ കേറിക്കോ. ആർച്ചയുടെ വാതിൽ കണ്ടു, വാതിൽ മുട്ടു. ആർച്ച വാതിൽ തുറന്നു, രണ്ടുപേരും കണ്ടു. ഇന്ദുലേഖ കൺതുറന്നു. ചന്തുവാങ്ങളെ ആങ്ങളെയോ? ഞാൻ പോവാ. അങ്ങനല്ലേ, ഞാൻ വേറെ മൂഡിൽ വന്ന് നിൽക്കും. ആങ്ങളെന്ന് വിളിച്ച എല്ലാം മൂടും പോയി. ഇനി ഒന്നേന്ന് തുടങ്ങണം. പണ്ട് മുതൽ ഞാൻ അങ്ങനല്ലേ വിളിച്ചോണ്ടിരുന്നേ. ആരെ പല്ലി കിടക്കാരും അത്യാവശ്യം. കുഞ്ഞിരാമൻ, കുഞ്ഞിരാമൻ, എന്റെ ഭർത്താവ് വരുന്നു. എവിടെങ്കിലും ഒളിക്കൂ, എവിടെങ്കിലും ഒളിക്കൂ, എവിടെങ്കിലും ഒളിക്കൂ. അയ്യോ, ഞാനിപ്പോ എവിടെ വിളിക്കും? പെട്ടി ഞങ്ങൾ നിൽക്കില്ലേ? ഞാൻ എന്താ കാണുന്നത്? എനിക്കറിയില്ല. അങ്ങോളെന്ന് കരുതി ഞാൻ വാതിൽ തുറന്നതാണ്. വേറെ ഏതോ ഒരുത്തം വന്ന് കേറിയിരിക്കുന്നു. എനിക്കറിയില്ല താരാണെന്ന്. ഞാനില്ലാത്ത നേരം നോക്കി എന്റെ ഭാര്യയുടെ അണ്ടപരത്തിൽ കേറിയോടാ നീ. നിന്റെ ഈ തലയിൽ തറയിൽ കിടന്ന് ഉരുളുമടാ. കണ്ടപ്പോ പോയെന്നെ.